ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, കേരളാസ് No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് CUET PG 2023 സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, വിച്ച് ഈസ് സ്കെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ. എപ്പോഴായിരിക്കും എക്സാമിനേഷൻ നടക്കുക, എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ എത്രയാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ഏതാണ്, എത്ര സ്ലോട്ടുകളായിട്ടായിരിക്കും CUET PG എന്ന ഈ ഒരു പരീക്ഷ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ UG+ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഈ സ്കെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത്. കാരണം എത്ര സമയമാണ്, എത്ര ഡ്യൂറേഷൻ ആണ് എക്സാം ഉണ്ടാകുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡേറ്റ് ഓഫ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിൽ ബി ഇന്റിമേറ്റഡ് ഓൺ NTA വെബ്സൈറ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് മുമ്പ് UGC ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട് ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 1 തൊട്ട് 10 വരെയായിട്ട് CUET PG 2023 നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിയിൽ ഈ ഒരു ഡേറ്റിനിടയിലായിട്ട്, അല്ലെങ്കിൽ ജൂൺ മാസം എന്നുള്ളത് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ജൂൺ മാസത്തിലായിട്ട് പരീക്ഷ നടത്തുമെന്ന് നമുക്ക് കരുതാം. മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT ആണ്. നിങ്ങളൊരു ടെസ്റ്റ് സെന്ററിൽ പോയിട്ടാണ് എക്സാം എഴുതേണ്ടത്. ഇനി 2 ഷിഫ്റ്റ് ആയിട്ടാണ് CUET PG നടത്തുന്നത്, സ്ലോട്ട് 1 ആൻഡ് സ്ലോട്ട് 2. സ്ലോട്ട് 1 എന്ന് പറയുന്നത് മോർണിംഗ് ഷിഫ്റ്റ് ആണ്, 10 AM to 12 noon, 2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് CUET PG എന്നുള്ളത് ഇതിനോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ലോട്ട് 2 എന്ന് പറയുന്നത് ഈവനിംഗ് ഷിഫ്റ്റ് ആണ്, 3 PM to 5 PM. ഇവിടെ 2 മണിക്കൂറാണ്. ഈവനിങ് ആയിക്കോട്ടെ മോർണിംഗ് ആയിക്കോട്ടെ എല്ലാം ഒരേ ഡ്യൂറേഷനിൽ തന്നെയാണ് നടത്തുന്നത്. CUET PGക്ക് കീഴിൽ വരുന്ന പരീക്ഷകളെല്ലാം തന്നെ 157ഓളം സബ്ജക്ട് കോഡുകളുണ്ട്. 157നും 2 മണിക്കൂർ തന്നെയാണ് എക്സാമിനുള്ള ഡ്യൂറേഷൻ. ഇനി ഇവിടെ നോക്കേണ്ടുന്ന ഒരു കാര്യം, ഏതെങ്കിലും പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഏതെങ്കിലും വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ, എക്സാം എഴുതാൻ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന PG ആസ്പിറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 20 മിനിറ്റ് അധികം ലഭിക്കുന്നതായിരിക്കും ഒരു മണിക്കൂറിന്. ഇറ്റ് മീൻസ് 2 മണിക്കൂർ പരീക്ഷയ്ക്ക് 2 മണിക്കൂർ 40 മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഈ പറഞ്ഞ PWBD സർട്ടിഫിക്കറ്റുമായിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലാൻ. ഇനി റിപ്പോർട്ടിംഗ് ടൈമിനെ പറ്റിയുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻട്രി ഇൻ ദി എക്സാമിനേഷൻ സെന്റർ ഹോൾ റൂം, ഫ്രിസ്കിംഗ്, ബയോമെട്രിക് രജിസ്ട്രേഷൻ, റെക്കോർഡ് ഓഫ് മാനുവൽ അറ്റൻഡൻസ് ബൈ ഇൻവിജിലേറ്റർ, document verification, cross checking of admit card, signature and photo match to be completed by invigilator, etc. ഇൻസ്ട്രക്ഷൻസ് ബൈ ഇൻവിജിലേറ്റർ. അപ്പൊ ഇത്രയും ഒരുപാട് റോളുകൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ ടൈമിനുള്ളിൽ. പക്ഷെ ഇതിനെല്ലാം കൂടെ ടു ബി ഫ്രാങ്ക് എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്ന ഒരു 30 to 45 മിനിറ്റ്സ് ആണ്. സോ നിങ്ങളോട് 2 മണിക്കൂർ മുമ്പൊക്കെ ഹോളിൽ എത്താൻ പറയും. ഞാൻ അങ്ങനെ 2 മണിക്കൂർ എത്തണം എന്ന് പറയില്ല. ഇനിയിപ്പോ ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ മുമ്പായിട്ട് എത്തുന്ന രീതിക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ സമയത്തിന് എത്താലോ. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് അടുത്താണ്, ഒരു അരമണിക്കൂർ ദൂരത്തൊക്കെയാണ് സെന്റർ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 9:15 ആകുമ്പോഴത്തേക്കും ഹോളിൽ എത്തുന്ന രീതിക്ക് പുറപ്പെട്ടാൽ മതിയാവും. ഈ 9-9:15 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അടുത്തുള്ള സെന്റേഴ്സ് ഉള്ള വ്യക്തികൾക്കാണ്. അല്ലാതെ ദൂരെ സെന്റേഴ്സ് എല്ലാം ഉള്ളവർ എത്ര നേരത്തെ ഇറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പരീക്ഷ മിസ്സാവാൻ പാടില്ല. കാരണം ഇവിടെ ഗേറ്റ് ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത് 9:30 ആണ്. മോർണിംഗ് ഷിഫ്റ്റിൽ 9:30 ആണ് ഗേറ്റ് ക്ലോസിംഗ് ടൈം. ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിനെല്ലാം കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ആവശ്യമുണ്ടാവും. ചെല്ലുമ്പോൾ ഫ്രിസ്കിംഗ് ഉണ്ടാവും, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളും ആയിട്ടാണ് അകത്തോട്ട് പോകുന്നത് അവർ ചെക്ക് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ ഒരു ക്യാമറ എല്ലാം വെച്ചുകൊണ്ടുള്ള പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ CBT എക്സാമുകൾക്കൊക്കെ തന്നെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡും സിഗ്നേച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ കൊണ്ടുവന്നുണ്ട്. ഈ ഫോട്ടോ നമ്മുടെ കൊടുക്കുന്ന ID കാർഡുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഫോട്ടോയുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് ഈ പറഞ്ഞ 30 to 45 മിനിറ്റ്സ് ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10 മണിക്ക് പരീക്ഷയുള്ളവർ ഒരു 9-9:15 ആകുമ്പോഴെങ്കിലും മിനിമം എത്താൻ ശ്രമിക്കുക. വൈകിട്ട്, അതായത് ഈവനിങ് സെഷൻ എഴുതുന്ന അല്ലെ ഈവനിങ് സ്ലോട്ട് 3 to 5 PM ആണ്. അതിനുള്ളവർ ഏകദേശം 2 to 2:15 ആകുമ്പോഴേക്കെങ്കിലും എക്സാം സെന്ററിൽ എത്താൻ ശ്രമിക്കുക. സോ ഗേറ്റ് ക്ലോസിംഗ് എന്ന് പറയുന്നത് 9:30 ആണ്. ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ 2:30 ആണ് വരിക. ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ടു റീഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പം 10 മണിക്ക് തുടങ്ങുന്ന പരീക്ഷയ്ക്ക് 9:50 കയറിയിട്ട് എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആൻസർ ചെയ്യാതെ മുന്നോട്ട് പോകാം, അതിന് വേറൊരു കളർ ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പാലറ്റ് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു സൈഡിലായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ എല്ലാവരും തന്നെ CBT എഴുതിയിട്ടുണ്ടാവും. ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇതിൽ തന്നെ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾ, നിങ്ങൾ വിസിറ്റ് ചെയ്യാത്ത ചോദ്യങ്ങളെല്ലാം തന്നെ റെഡ് കളറിലാണ് യൂഷ്വലി ഉണ്ടാവുക. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ ആവും. ഇനി ആൻസർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് അത് റിവ്യൂവിന് വേണ്ടി മാർക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വയലറ്റ് കളർ ഉണ്ടാവും, പക്ഷെ വയലറ്റിൽ ഒരു പച്ച മാർക്ക് ഉണ്ടാവും.
ഇനി നിങ്ങൾ വെറും റിവ്യൂവിന് ഇടിക്കുകയാണ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല, നിങ്ങൾ പിന്നെ പോയിട്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുന്ന ചോദ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ നിൽക്കില്ല, നിങ്ങൾ റിവ്യൂവിൽ ഇട്ടിട്ട്, കാരണം പിന്നെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ആകുമ്പോൾ വയലറ്റിൽ മാത്രമായിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ കാണുക. സോ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഈ 10 മിനിറ്റ് അവർ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ പറഞ്ഞ 10 മിനിറ്റ്സിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. കൃത്യം 10 മണിയാകുമ്പോൾ ടെസ്റ്റ് സ്റ്റാർട്ട് ആവും. നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് 5 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം എഴുതിയിട്ടില്ലെങ്കിലും അത് താനെ സബ്മിറ്റ് ആവും. ഓക്കെ, സോ അതാണ് ഇവിടെ ഈ പറഞ്ഞ എക്സാമിനേഷൻ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഏതൊരുവിധ സപ്പോർട്ടിനും UG+ ഇവിടെ അവൈലബിൾ ആണ്. വ്യത്യസ്ത പാക്കേജുകളും നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും മെന്റർഷിപ്പും എല്ലാം തന്നെ UG+ന്റെ വിവിധ പാക്കേജുകളിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് അക്കാഡമിക് കൗൺസിലറോട് സംസാരിച്ച് കാര്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തത വരുത്തിയ ശേഷം എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരുപാട് സമയമില്ല, കഷ്ടിച്ച് 2-2.5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എക്സാംസ് ഇങ്ങ് എത്തും. സോ ബെറ്റർ സ്റ്റാർട്ട് ഏർലി, ബെറ്റർ സ്റ്റാർട്ട് ഫാസ്റ്റ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.